പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നൊരു ബാപ്റ്റിസം ഫങ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് അതിൽ പങ്കെടുക്കവേ ഒരു ചെറുപ്പക്കാരനുമായി സംസാരിക്കുവാൻ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ഇദ്ദേഹം മോട്ടിവേഷണൽ സ്പീക്കറാണ്. പുള്ളി പറയുന്നത് ഇപ്പോൾ IT ക്രൗഡെല്ലാം കണ്ടമാനം സ്ട്രെസ്സിലൂടെ, ഇന്നത്തെ ലോകത്ത് എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ ഒത്തിരി പുള്ളി നന്നായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നു. മോട്ടിവേഷണൽ സ്പീക്കറാണ്. ജീവിതത്തെ എങ്ങനെ ലഘൂകരിക്കാം എന്നൊക്കെ ആണ് പുള്ളി പഠിപ്പിക്കുന്നത്. നല്ല ഡിമാൻഡാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞു, മൈ ഡിയർ യങ് ഫ്രണ്ട്, ഒത്തിരി അലച്ചിലുകൾക്കൊടുവിൽ ഞാൻ വചനത്തിലേക്ക് തന്നെയാണ് തിരിച്ചെത്തിയത്. ആകാശത്തിനു കീഴിൽ നമുക്ക് സമാധാനം നൽകുവാൻ, യഥാർത്ഥ സമാധാനവും സന്തോഷവും നൽകുവാൻ വേറെ ഒന്നിനും സാധ്യമല്ല. ഇന്നേ വരെയുള്ള ജീവിതത്തിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ വചനാധിഷ്ഠിതമായ ജീവിതത്തിന് മാത്രമേ യഥാർത്ഥ സമാധാനവും സന്തോഷവും മനുഷ്യർക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം ഈ പുള്ളി പറയുന്നത്, ഈ ആദിവാസികൾക്ക് ഈ വക സ്ട്രെസ്സും പ്രോബ്ലംസും ഒന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ മനുഷ്യനെ ഈ ആദിവാസികളിൽ നിന്നൊക്കെ കുറേ ബെസ്റ്റ് പ്രാക്ടീസസ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവരെ സമാധാനമുള്ളവരാക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ തറപ്പിച്ചു പറഞ്ഞു, മകനെ, വചനമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങളൊന്നും മനുഷ്യർക്ക് ഉണ്ടാവുകയില്ല. അപ്പം അതിന്ന് ഉച്ചയ്ക്ക് നടന്ന സംഭവമാണ്. ഇത് വൈകുന്നേരം വചനം ഷെയർ ചെയ്യാമെന്ന് എഴുതി ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ എനിക്ക് ലഭിച്ച വചനം ഇതിനോട് ചേർത്ത് വയ്ക്കാവുന്നതാണ്. സങ്കീർത്തനം 119 24 വാക്യം. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം, അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. അവിടുത്തെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തെ നയിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എല്ലാം നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന കർത്താവ് നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ഇതിനൊരു ചെറിയൊരു എക്സാമ്പിൾ, 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഞങ്ങളുടെ ഇടവകയിൽ പള്ളി കമ്മിറ്റിക്കാരും എല്ലാം കൂടി ഒരു വിളക്കൊക്കെ സ്ഥാപിച്ച് ഒരുത്തൻ്റെ വീടിൻ്റെ മുമ്പിൽ, പുറമ്പോക്ക് വഴിയാണ്, അവിടെ സ്ഥാപിച്ച് അവൻ്റെ വീട്ടിലേക്ക് അവിടെ എന്തെങ്കിലും എല്ലാ വെള്ളിയാഴ്ചകളും പ്രയറും കാര്യങ്ങളും, ആ സമയത്ത് അവൻ്റെ വീട്ടിലേക്ക് ഒരു കാറ് പോകണമെങ്കിൽ പോകാൻ പറ്റുകയില്ല. ഇത്ര നാളും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ ഇവരിത് എന്തൊക്കെയോ പരിപാടികൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവന് വീട്ടിലേക്ക് കയറാൻ പറ്റില്ല അവിടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഇപ്പോൾ അവിടെ പ്രോഗ്രാമുണ്ട്. അപ്പോൾ അവൻ പല രീതിയിലൊക്കെ അത് സോൾവ് ചെയ്യാൻ നോക്കി, നടന്നില്ല. ഇപ്പോൾ പോയി കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പം അത് പള്ളിക്കാർ വലിയ ഇഷ്യൂ ഒക്കെ ആക്കി എല്ലാ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ വഴിയും അവനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ കാണുന്നത്. അതങ്ങനെ നിൽക്കട്ടെ. രണ്ടാമതുണ്ടായ ഒരു അനുഭവം, പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വരികയാണ്. മറുതലയ്ക്കൊരു സ്ത്രീ ശബ്ദം. അപ്പം അവരെന്നോട് പറയാണ്, ചേട്ടൻ്റെ അതിർത്തിയിലൊരു 3 തെങ്ങ് നിൽപ്പുണ്ട്, അത് കാറ്റത്ത് ആടുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ പേടിയാണ്. എങ്ങാനും അത് മറിഞ്ഞ് വീട്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ വീട് തവിട് പൊടിയായിരിക്കും. ഇത് ചെരിഞ്ഞ് നിൽക്കുന്ന തെങ്ങൊന്നുമല്ല, നേരെ നിൽക്കുന്ന തെങ്ങ, അത്യാവശ്യം ഈൽഡൊക്കെ തരുന്ന തെങ്ങ. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ഒരു വികാരത്തള്ളിച്ച ഒരു ദേഷ്യം. പക്ഷെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പിന്നീട് ആലോചിച്ചപ്പോൾ ഷീസ് എ വിഡോ, ഒരു വിധവയാണ്. അപ്പോൾ വിധവകളെയും അനാഥരെയും സംരക്ഷിക്കേണ്ട ക്രിസ്തുവനിയായി എങ്ങനെ ഒരു വിധവയ്ക്കെതിരായി പോകാൻ സാധിക്കും? ഞാനതിൻ്റെ ലാഭനഷ്ടങ്ങളൊന്നും നോക്കിയില്ല. വെട്ടുകാരന് ആളെ വിളിച്ചു, വെട്ടാനായിട്ട് ഓർഡർ ചെയ്തു. അവിടെ എന്നെ നയിച്ചത് ക്രിസ്തുവിൻ്റെ വചനമാണ്. എനിക്കതിലൊരു നിരാശയോ സങ്കടമോ ദുഃഖമോ ഒന്നുമില്ല. സമാധാനം മാത്രമേ ഉള്ളൂ. ആ പ്രശ്നം സോൾവാണ്. ഒരു നിമിഷം നമ്മൾ അവരുടെ പൊസിഷനിലോട്ട് നമ്മളെ മാറ്റിവെച്ചാൽ, നമ്മൾക്കും ഇങ്ങനെ ഇതേപോലൊരു ഭയമുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ആ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. അതേസമയം അനുദിനം അൾത്താരയിൽ നിന്നുകൊണ്ട് വചനം ഉച്ചത്തിൽ പ്രഘോഷിക്കുന്നവർ ഒരു ഇടവക ജനത്തിനെതിരെ അയാളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും ഒക്കെ. ക്രിസ്തുവാണ് ആ ഇടത്തിലെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്തേനെ? സോഷ്യൽ മീഡിയ വഴിയല്ല അതിൻ്റെ സൊല്യൂഷൻ. അതിൻ്റെ സൊല്യൂഷൻ ക്രിസ്തു ആ ഭവനത്തിലേക്ക്, ആ കുഞ്ഞാടിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും അതിനൊരു പ്രതിവിധി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തേനെ. അതിനു പകരം സോഷ്യൽ മീഡിയയിൽ വിഴുപ്പലക്കലാണ് ക്രിസ്തുവനിയായി ചെയ്യുന്നത്. 2 കോൺട്രാസ്റ്റിംഗ് സ്റ്റൈൽസ്. അപ്പോൾ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ സമാധാനവും സന്തോഷവും നൽകുന്ന പാത ക്രിസ്തുവിൻ്റേതാണ്. ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തു അതെങ്ങനെ നമുക്ക് ഷോക്കേസിൽ വെക്കേണ്ട കാര്യങ്ങളല്ല, ജീവിതത്തിൽ പകർത്തേണ്ട, അതനുസരിച്ച് ജീവിക്കേണ്ട കാര്യങ്ങളാണ് വചനം. അപ്പോൾ അവിടുത്തെ കൽപ്പനകളാണ് എൻ്റെ ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. അവിടുത്തെ കൽപ്പനകളാണ് എനിക്ക് ആനന്ദം. അവയാണ് എനിക്ക് ഉപദേശം നൽകുന്നത്. കർത്താവിൻ്റെ കൽപ്പനകൾ ഉപദേശങ്ങളായി എടുക്കുന്ന മനുഷ്യർക്ക് ഒരിടത്തും തലതാഴ്ത്തേണ്ടി വരികയില്ല. കർത്താവാണ് അവനെ നയിക്കുന്നത്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോകം മുഴുവൻ നിനക്കെതിരെ തിരിഞ്ഞാലും നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിൻ്റെ ഇടയൻ എന്ന് കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും നിരന്തരം വചനങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ആ വചനങ്ങളെ നമ്മിലൂടെ നമുക്ക്
ജീവിക്കാം. നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ ജീവിതം വചനമായി മാറട്ടെ. ഈ ഒരു മഹത്തായ കാര്യത്തിനായിരിക്കാം കർത്താവ് നമ്മളെല്ലാം സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും. അത് നമ്മുടെ ജീവിതങ്ങളെ മറ്റുള്ളവയുടെ പുറകെ പോയി വികലങ്ങളാക്കേണ്ട, വികലമാക്കരുത്. നമുക്ക് കർത്താവിൻ്റെ വചനം ആക്റ്റീവായിട്ട് നമുക്കത് ഫോളോ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ അതുകൊണ്ട് ഭവിക്കുകയുള്ളൂ. ചെറിയ ചെറിയ നഷ്ടങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും ആത്യന്തികമായി നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ ഒരു തുറവിയിലേക്ക്, ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മെ എല്ലാവരെയും ക്ഷണിക്കുന്നു, വിളിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.